ഷാഫിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചിരിക്കാനും സന്തോഷിക്കാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഷാഫി ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സിന്ധുരാജും കൂടെ ഹോസ്പിറ്റലിൽ പോയി അവിടെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അന്വേഷിച്ചു. അപ്പോഴും ഞങ്ങൾ പുറത്തു നിന്ന് ഷാഫി പറഞ്ഞ കഥകളും ഷാഫിയുടെ കോമഡികളൊക്കെ ഞങ്ങൾ ആവർത്തിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇയാളിപ്പോൾ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോലെ വരും എന്നുള്ള സന്തോഷത്തിലായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ റാഫി ICUവിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വകയില്ലാന്ന് പറഞ്ഞതോടുകൂടിയാണ് ഞങ്ങളെല്ലാം തകർന്നു വരുന്നത്. അതുവരെ സന്തോഷമായിരുന്നു. കാരണം ഇയാള് പുല്ലുപോലെ ഇറങ്ങി വരും. കാരണം ആരെയും ദ്രോഹിക്കാതെ എല്ലാവരോടും സന്തോഷമായിട്ട് പെരുമാറുന്ന ഒരാളെ അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും തകർന്നു. എന്നും എപ്പോഴും ഷാഫിയെ കുറിച്ച് ഓർക്കുമ്പോൾ ചിരിക്കാനല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ഒരാളെയും വഴക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും നല്ല നിസ്സാര കാര്യത്തിന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും പറയുന്നല്ലാതെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ചങ്ങാതിയായിരുന്നു. ദൈവം വിളിച്ചുകൊണ്ടുപോയി എത്തിയ നിത്യശാന്തി ഞാനും നേരിടേണ്ട കാര്യമില്ല. പുള്ളിക്ക് നിത്യശാന്തി എങ്ങനെയാണ് അത് എന്നും അവരെ അത്രയും നല്ല മനുഷ്യന്റെ ആദ്യത്തെ അവാർഡ് കിട്ടിയതിന് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.